നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പോൺസറുടെ ആവശ്യമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്പോൺസർ. 100% നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വിസ അനുഭവിക്കാം. ഗോൾഡൻ വിസ ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഗോൾഡൻ വിസന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 10 വർഷത്തേക്ക് തുടർച്ചയായ ഒരു വിസ കിട്ടുകയാണ്. സാധാരണ ഒരു വിസയിൽ നിൽക്കുന്ന ഒരാൾ ഡിപ്പെൻഡന്റ് വിസയിൽ നിങ്ങളുടെ ഫാമിലിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ വിസ ക്യാൻസലായി പോകും, അല്ലെങ്കിൽ അവരുടെയൊക്കെ എമിറേറ്റ്സ് ഐഡി ക്യാൻസൽ ആവാൻ. കാരണം അവരുടെ സ്പോൺസർ മരണപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബിസിനസ് നടത്തുന്ന ആളുകളിലൊക്കെ അവരുടെ ഫാമിലി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇതൊക്കെ സ്റ്റക്ക് ആവും. പക്ഷേ ഇവർക്ക് അതുപോലെ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ആളുകൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണ് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഗോൾഡൻ വിസയിലുള്ള ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ആനുകൂല്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എന്തായാലും റിയാസ് ബായുമായിട്ടുള്ള സീരീസുകൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ആളുകൾക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു മെയിൻ പർപ്പസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ വിസ ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നല്ല ടോപ്പിക്കാണ്. ദുബായിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇത് കിട്ടുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, കേരളത്തിലൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ദുബായിൽ പോയി കിട്ടുന്നത് കണ്ടിട്ട് എന്താണ് ഈ ഗോൾഡൻ വിസ, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം എന്നൊക്കെയുള്ള ഒരു കൗതുകം ആളുകളിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട്. വർഷങ്ങളായിട്ടെന്ന് പറയുമ്പോൾ ഈ ഗോൾഡൻ വിസ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5.5 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ വിസ 5 വർഷം കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാനായിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ വിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ UAE റെസിഡൻസ് നമുക്കറിയാം, ഒരുപാട് കൊല്ലങ്ങളായിട്ട് നമ്മളൊക്കെ കാണുന്ന പ്രവാസ ലോകത്ത്. അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ അവരുടെ വിസ 2 വർഷമാണ്. ഇൻവെസ്റ്ററായിട്ട് വരികയാണെങ്കിൽ അവർക്ക് 3 വർഷമായിരുന്നു, ഇപ്പോൾ അവർക്കും 2 വർഷമാണ്. പക്ഷേ ഗോൾഡൻ വിസന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 10 വർഷത്തേക്ക് തുടർച്ചയായ ഒരു വിസ കിട്ടുകയാണ് നമുക്ക്. അപ്പോൾ ആ വിസയിൽ നമുക്ക് 10 വർഷം തുടർച്ചയായിട്ട് UAE സ്റ്റേ ചെയ്യുകയോ അതല്ലെങ്കിൽ പുറത്ത് പോയി നിൽക്കുകയും ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളൊരു സാധാരണ ഒരു റെസിഡൻസ് വിസ ഹോൾഡർ ആണെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ UAE വന്ന് എൻ്റർ ആവണം. ഇതിന് അങ്ങനെ ഒരു നിയമമില്ല. 6 മാസത്തിൽ ഒരിക്കൽ നിയമമുണ്ട്. പക്ഷേ ഇവർ എത്ര കാലം വേണമെങ്കിലും, അതായത് ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ വിസ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 6 മാസത്തിനുള്ളിൽ ഒരിക്കൽ വരാനൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ 9.5 വർഷം ആ സമയത്ത് വന്നാൽ പോലും മതി. അപ്പോൾ അത്രയും കാലയളവിലേക്കുള്ളൊരു വിസ നമുക്ക് ലഭിക്കാൻ. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു സെൽഫ് സ്പോൺസർഷിപ്പ് വിസയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരു കമ്പനിയിൽ വിചാരിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ പേരുണ്ടാവും, സ്പോൺസർ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു കമ്പനി തുടങ്ങുകയാണ് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ആ പിന്നെ വിസയിൽ എന്താ ഉണ്ടാവുക, കമ്പനിയുടെ പേരായിരിക്കും സ്പോൺസറായിട്ട് ഉണ്ടാവുക. നിങ്ങൾ പാർട്ട്ണർ ആവുക, ഇൻവെസ്റ്റർ ആവുക, എന്താവും. ഇനി ഒരു പിന്നെ ഡിപ്പെൻഡന്റ് വിസയിൽ വരുന്ന വൈഫോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ പേരായിരിക്കും ഡിപ്പെൻഡന്റ് വിസയിൽ ഉണ്ടാവുക. ഇങ്ങനെ ഒരു സ്പോൺസറുടെ പേരുണ്ടാവുമല്ലോ. സെൽഫ് സ്പോൺസർ എന്ന രീതിയിലാണ് നമുക്ക് ശരിക്കും ഈ ഗോൾഡൻ വിസ കിട്ടുന്നത്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയുള്ളത്. അതായത് നമ്മുടെ വിസ ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പോൺസറുടെ ആവശ്യമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്പോൺസർ. 100% നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വിസ അനുഭവിക്കാം. അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഗോൾഡൻ വിസ ഓണർ, അവർക്ക് NOC വേണ്ട എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. കാരണം സെൽഫ് സ്പോൺസറാണ്. അപ്പോൾ ഒരു എംപ്ലോയറുടെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു വിസയിൽ നിൽക്കുന്ന ഒരാൾ ഡിപ്പെൻഡന്റ് വിസയിൽ നിങ്ങളുടെ ഫാമിലിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ വിസ ക്യാൻസലായി പോകും, അല്ലെങ്കിൽ അവരുടെയൊക്കെ എമിറേറ്റ്സ് ഐഡി ക്യാൻസൽ ആവാൻ. കാരണം അവരുടെ സ്പോൺസർ മരണപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബിസിനസ് നടത്തുന്ന ആളുകളിലൊക്കെ അവരുടെ ഫാമിലി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇതൊക്കെ സ്റ്റക്ക് ആവും. പക്ഷേ ഗോൾഡൻ വിസയിലാണെങ്കിൽ ആ പ്രശ്നമില്ല. അവരുടെ വിസ അങ്ങനെ തന്നെ തുറന്ന് അവർക്ക് ആ 10 വർഷം എത്ര വർഷമെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോകാനായി സാധിക്കും. ആ സ്പോൺസർ അല്ലെങ്കിൽ ഇവർ പറയുന്ന ആ വ്യക്തി ഇതിനോട് കണക്റ്റഡ് അല്ല. അതാണ് മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ അബുദാബിയിലൊക്കെ ഇപ്പോൾ അതൊക്കെ ചെന്ന് ഇറങ്ങുകയാണെങ്കിൽ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു കൗണ്ടർ തന്നെ പണിതിട്ടുണ്ട് അബുദാബിയിൽ. അപ്പോൾ ഇമിഗ്രേഷനിൽ നമുക്ക് ഗോൾഡൻ വിസയിലേക്കുള്ള സെപ്പറേറ്റ് ക്യൂ ആക്കി മാറ്റിയിട്ടുണ്ട്. വരും വർഷങ്ങളിലൊക്കെ ദുബായിലൊക്കെ ഇനി അങ്ങനെയുള്ള കൗണ്ടറുകൾ വരും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ കോവിഡ് സമയത്ത് നമുക്കറിയാം സ്പെഷ്യലായിട്ട് എൻ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ഗോൾഡൻ വിസക്കാർക്ക് സാധിച്ചിരുന്നു.
പെർമിഷൻ കൊടുത്തിരുന്നു. ഇവർക്ക് അതുപോലെ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ആളുകൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണ് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഗോൾഡൻ വിസയിലുള്ള ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ആനുകൂല്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് സാധാരണ വ്യക്തികൾക്കൊരു ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗോൾഡൻ ചാൻസ് ഗോൾഡൻ വിസക്കാർക്ക് ഒന്നിലധികം തവണ കിട്ടും. അപ്പോൾ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല മേഖലകളിലായിട്ട് പ്രത്യേകതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എമിറേറ്റ്സ് ഐഡിയിൽ ഗോൾഡൻ ഒരു ചിഹ്നവും ഒരു ലോഗോയും ഗോൾഡൻ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രീമിയം റെസിഡന്റ് ആവുക എന്ന് പറയുന്ന ഒരു സന്തോഷമാണ് ഇത് നൽകുന്നത്. പിന്നെ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് UAE മാത്രമല്ല, GCCയിലെ എല്ലാ രാജ്യങ്ങളും കൂടി എടുത്ത തീരുമാനമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ ഒമാനിലായാലും സൗദിയിലൊക്കെ ഈ ലോങ് വിസ 10 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. UAEയിലാണ് അതൊരു ഗോൾഡൻ വിസ എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടതും ബ്രാൻഡ് ചെയ്ത് കൊടുത്തു തുടങ്ങിയത്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും? ഒരുപാട് മേഖലയിലെ ആളുകൾ ഇതിന് എലിജിബിൾ ആണ്. നമ്മൾ സെലിബ്രിറ്റീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫിലിം ആക്ടേഴ്സൊക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ യൂസഫ് അലിക്കാണ്, മമ്മൂട്ടി മോഹൻലാലിനൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അപ്പം അന്ന് മുതലേ എത്രയോ സെലിബ്രിറ്റീസ് എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫിലിം മേഖലയിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സംഗീതജ്ഞനോ അങ്ങനെ തുടങ്ങി മ്യൂസിക് അങ്ങനെ തുടങ്ങി എല്ലാ കലാപരമായ മേഖലയിലൊക്കെ നിങ്ങൾ കഴിവ് തെളിയിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ദുബായിലാണ് ദുബായ് കൾച്ചർ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഫെഡറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരാണ് അതിന് അപ്രൂവൽ തരിക. അപ്പോൾ നമ്മളൊരു പ്രൊഫൈൽ കൃത്യമായിട്ട് ഉണ്ടാക്കി സ്വയം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറയുന്നത്. ഒരാളും ഇല്ലെങ്കിലും നിങ്ങളൊരു ഇപ്പോൾ ഇബാദുക്ക ഒരു നല്ലൊരു ബ്ലോഗറാണ്. താങ്കളുടെ എല്ലാ പ്രൊഫൈലും വെച്ചുകൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അപ്രൂവൽ കിട്ടും. അതാണ് മനസ്സിലാക്കുന്നത്. സ്വന്തം നമ്പറിൽ നിന്ന് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഫെഡറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിന്റെ അവർ കൃത്യമായിട്ട് ഒരു നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആർക്കും അത് എലിജിബിൾ ആയ ആൾക്കാർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ. പ്രത്യേകിച്ച് വിക്കിപീഡിയയിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ വെരി ഈസി. അല്ല, കൊടുക്കണ്ടോ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. അവിടെ ഒരു സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന കമ്മിറ്റി ഉണ്ട്. അവർ നോക്കി അത് അപ്രൂവ് ചെയ്യും. വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറുകൾക്കൊക്കെ വളരെ നന്നായിട്ട് അത് കിട്ടുന്നുണ്ട്. പിന്നെ സ്പോർട്സ് കാറ്റഗറിയിലുള്ള ആളുകൾ, ഇന്ത്യയിലെ ക്രിക്കറ്റ് അങ്ങനെയുള്ള ആളുകൾ കഴിവ് തെളിയിച്ച ആൾക്കാരുടെ പ്രൊഫൈല് ഇങ്ങനെ തുടങ്ങിയിട്ട് സെലിബ്രിറ്റി കാറ്റഗറിയാണ് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് കുട്ടികളാണെങ്കിൽ എഡ്യൂക്കേഷൻ ലെവലിൽ +2 അതുപോലുള്ള മറ്റു വിദ്യാഭ്യാസമൊക്കെ UAEയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 95% അബോവ് മാർക്ക് ഉണ്ടെങ്കിൽ അവർ എലിജിബിൾ ആവുന്നുണ്ട്. കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുകാരാണ്. അപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാനൊക്കെ ബിസിനസ് രീതിയിൽ ഇൻവെസ്റ്റർ എന്നുള്ള ഗോൾഡൻ വിസ എടുത്ത ആളാണ്. നമ്മൾ കൊടുത്തത് കഴിഞ്ഞ വർഷം കൊടുക്കുന്ന, അതായത് വിസ അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഇവർ അത് ഇതുപോലെ തന്നെ പരിശോധിച്ച് ഇവൻ ഗോൾഡൻ വിസ കൊടുക്കാൻ മാത്രമുള്ള ബിസിനസ്സുകാരനാണെന്ന് അവർ ഗവൺമെന്റിന് മനസ്സിലാകുമ്പോൾ നമുക്ക് ഗോൾഡൻ വിസ തരും. ഇങ്ങനെ അതുകൂടാതെ പിന്നെ വരുന്ന ഡോക്ടേഴ്സ്, പിന്നെ എൻജിനീയേഴ്സ്, ഇങ്ങനെ പല തരത്തിലും മേഖലയിലും കഴിവ് തെളിയിച്ച ആളുകൾ അവരുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുക. ഈവൻ ഫോട്ടോഗ്രാഫേഴ്സ്, നല്ല ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എഴുത്തെഴുതിയ ആളുകൾ, സാഹിത്യകാരന്മാർ, ഇങ്ങനെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്നതും ഈ ഇൻവെസ്റ്റർ കാറ്റഗറിയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻവെസ്റ്റർ കാറ്റഗറി ഡയറക്റ്റ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തരുന്നത്. അതേസമയം നമ്മളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ദുബായ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്ത് അവരാണ് അപ്രൂവ് ചെയ്യുന്നത്. കൾച്ചറാണ് സെലിബ്രിറ്റീസിനെ അപ്രൂവ് ചെയ്യുന്നത്, കലാകാരന്മാർക്ക്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം DHA ആണ് ഇന്ന ഡോക്ടറെ കൊടുത്തോളൂ എന്ന് ഗവൺമെന്റിനോട് പറയുന്നത്. DHA ദുബായ് ഹെൽത്ത് അതോറിറ്റി, അതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും എക്സ്റ്റേണൽ അപ്രൂവൽ എടുത്തിട്ട് വരേണ്ട ഡിപ്പാർട്ട്മെന്റ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വേണ്ട. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുക ദുബായിൽ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നുമില്ല, അവിടെ ബിസിനസ്സുകാരനും ഇല്ല, ഒന്നുമല്ല. പക്ഷെ നമ്മൾ UAEയിലേക്ക് വന്നിട്ട് ഒരു 2 മില്യൺ ദിർഹംസിന്റെ പ്രോപ്പർട്ടി വാങ്ങിക്കുക. ആ പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആവും. പക്ഷേ ചില പ്രോപ്പർട്ടിയിലൊക്കെ നമ്മൾ ഈ ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 30% ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ വിസക്കുള്ള എലിജിബിലിറ്റി കിട്ടും, നമുക്ക് വിസ എടുക്കാവുന്നതാണ്. പിന്നെ വലിയൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ, സാധാരണ ജോലിക്കാരായിട്ടുള്ള ആളുകൾ, 30,000 ദിർഹംസ് സാലറി എബോ ഉള്ള ആളുകളാണെങ്കിൽ അവരും ഇതിന് എലിജിബിളാണ്. അവരൊരു 5-6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ അവരുടെ സർട്ടിഫിക്കറ്റും അത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇമിഗ്രേഷൻ തന്നെയാണ് ഡയറക്റ്റ് വിസ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും
ദുബായി ഒന്നുകൂടെ ഒരു മാർക്കറ്റ് ചെയ്യുക എന്നൊരു പർപ്പസിലാണ് ഗവൺമെന്റ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ദുബായിന് ഇനി ഒരു മാർക്കറ്റിംഗ് ആവശ്യമുണ്ടോ ഗോൾഡൻ വിസ എന്നത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ യു എയിൽ ഇപ്പം ഈ ഗോൾഡൻ വിസ വന്നതിന് ശേഷം ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് കണക്ക് പ്രകാരം തന്നെ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് 35,000 crores മേലെയാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഈ ഗോൾഡൻ വിസ വന്നതിന് ശേഷമൊക്കെ വളരെ വലിയ രീതിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് റിയാസ് ഭായ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മുടെ ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഗോൾഡൻ വിസയെക്കുറിച്ച് നമ്മുടെ ആൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.